ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾ തമ്മിൽ കണ്ടതുപോലെ തന്നെ ഞാനിന്ന് വന്നിട്ടുള്ളത് നമ്മുടെ നഴ്സുമാർക്ക് കുറച്ച് നഴ്സിംഗ് വാക്കൻസി ആയിട്ടാണ് കേട്ടോ. ഏതാണ്ട് ഒരു 7 വേക്കൻസീസ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഹായ് ഫ്രണ്ട്സ്, ഞാൻ അജിൻ, നിങ്ങളുടെ സ്വന്തം മാറൻ. വെൽക്കം ടു മൈ ചാനൽ. നമ്മൾ ആദ്യമായിട്ട് നോക്കാൻ പോകുന്നത് ഖത്തർ ഗവൺമെൻറ് ഹോസ്പിറ്റലായ HMCയിലോട്ടൊരു നഴ്സിംഗ് വാക്കൻസി വന്നിട്ടുണ്ട്. അത് ഇന്നാണ് ലാസ്റ്റ് ഡേറ്റ്. അതായത് ഇന്നെന്ന് പറയുമ്പോഴത്തേക്ക് 31/10/2025 അപ്പോൾ ഇന്ന് തന്നെ ഇപ്പം തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്യാൻ നോക്കുക കേട്ടോ. BSc നഴ്സുമാരാണ് ചോദിച്ചിട്ടുള്ളത്. 2 ഇയർ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഇതൊരു ഓൺലൈൻ ഇൻ്റർവ്യൂ ആണ്. നിങ്ങളിത് അപ്ലൈ ചെയ്തതിന് ശേഷം നിങ്ങൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അവർ ഡേറ്റ് ഓഫ് ഇൻ്റർവ്യൂവും ഇമെയിൽ വഴി അറിയിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇത് ചോദിച്ചേക്കുന്നത് RN ട്രോമ ഇൻപേഷ്യൻ്റ് ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഡോക്യുമെൻ്റ് എന്തൊക്കെയാണ് വേണ്ടതെന്ന് വെച്ചാൽ അപ്ഡേറ്റഡ് CV ഉണ്ടായിരിക്കണം, അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റ്സ് ഉണ്ടായിരിക്കണം, രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം, സ്റ്റിൽ വർക്കിംഗ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം, അതുപോലെ തന്നെ പ്രൊഫഷണൽ എക്സ്പീരിയൻസ് പ്രീവിയസ് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ്സ് ഉണ്ടായിരിക്കണം. പിന്നെ അഡീഷണൽ ക്വാളിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടി നിങ്ങൾ സെൻഡ് ചെയ്യേണ്ടതാണ്. പിന്നെ പാസ്പോർട്ട് കോപ്പി ഉണ്ടായിരിക്കണം, അതുപോലെ തന്നെ നമ്മുടെ റീസെന്റ് ഫോട്ടോസ് ഉണ്ടായിരിക്കണം. അപ്പോൾ ഇത് അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്ന നഴ്സുമാരാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിന്റെ ഇമെയിൽ അഡ്രസ്സ് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ടാവും. നിങ്ങളിത് അപ്ലൈ ചെയ്യുക കേട്ടോ. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇന്നാണ് ഇത് അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ്. ഇതൊരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ എത്രയും വേഗം ഇത് അപ്ലൈ ചെയ്യാൻ നോക്കുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വേക്കൻസി നോക്കാം. അബുദാബിയിലെ നാഷണൽ റീഹാബിലിറ്റേഷൻ സെന്ററിലോട്ട് ഇപ്പോൾ വേക്കൻസി വന്നിട്ടുണ്ട്. ഇപ്പോൾ ചോദിച്ചേക്കുന്ന പൊസിഷൻസ് എന്ന് വെച്ചാൽ ചാർജ് നഴ്സസ്, അതുപോലെ തന്നെ രജിസ്റ്റേർഡ് നഴ്സസിന്റെ വേക്കൻസീസ് ആണ് വന്നിട്ടുള്ളത്. ഇതിൽ ചോദിച്ചേക്കുന്ന റിക്വയർമെന്റ് എന്താണെന്ന് വെച്ചാൽ DOH ലൈസൻസ് ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ നിങ്ങൾ DOH പാസ്സായിട്ടുണ്ടാവണം. അതും അല്ലാന്നുണ്ടെങ്കിൽ DHA ലൈസൻസ് ഉണ്ടായിരിക്കണം. അപ്പോൾ ഇത്രയുമാണ് അവർ ചോദിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് ഈ റിക്വയർമെന്റ് മാച്ച് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളിത് എത്രയും വേഗം അപ്ലൈ ചെയ്യാൻ നോക്കുക. ഈ ജോബിന്റെ ഇമെയിൽ അഡ്രസ്സ് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ടാവും. ഇത് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടതാണ് കേട്ടോ. ഇനി നമ്മൾ നോക്കാൻ പോകുന്ന വേക്കൻസിയാണ് LEC ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞൊരു ഹോസ്പിറ്റലാണ് കേട്ടോ. അപ്പോൾ ഇത് വിളിച്ചേക്കുന്ന വെച്ചാൽ ഈ ഹോസ്പിറ്റൽ ദുബായിലും അബുദാബിയിലും അതുപോലെ തന്നെ അലൈനിലും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവർ ചോദിച്ചേക്കുന്നത് അവരുടെ റിക്വയർമെന്റ് എന്താണെന്ന് വെച്ചാൽ വാലിഡ് ലൈസൻസ് ഉണ്ടായിരിക്കണം, അതുപോലെ തന്നെ എക്സ്പീരിയൻസ് ഇൻ ക്ലിനിക്കൽ അല്ലെങ്കിൽ ഹോസ്പിറ്റൽ സെറ്റിംഗ്സിൽ. അപ്പോൾ ഈ എക്സ്പീരിയൻസ് നമ്മുടെ ഹോസ്പിറ്റൽ സെറ്റിംഗ്സിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് വാലിഡ് ലൈസൻസ് ഉണ്ടായിരിക്കണം. ഈ ജോബ് അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്ന നഴ്സുമാരാണെന്നുണ്ടെങ്കിൽ എത്രയും വേഗം അപ്ലൈ ചെയ്യുക. ഹോസ്പിറ്റലിന്റെ ഇമെയിൽ അഡ്രസ്സ് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ടാവും. അപ്പോൾ ഈ വാക്കൻസി നിങ്ങൾ എത്രയും വേഗം അപ്ലൈ ചെയ്യുക കേട്ടോ. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് അബുദാബിയിലെ ഖലീഫ സിറ്റിയിലെ NMC റോയൽ ഹോസ്പിറ്റലിലെ ഒരു വാക്കൻസിയാണ് കേട്ടോ. അപ്പോൾ പൊസിഷൻ ചോദിച്ചിട്ടുള്ളതെന്ന് വെച്ചാൽ രജിസ്റ്റേർഡ് നഴ്സ്, അസിസ്റ്റന്റ് നഴ്സ്, മിഡ്വൈഫ്സ്. അപ്പോൾ ഇത്രയും പൊസിഷൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. സ്പെഷ്യാലിറ്റീസ് ഏതൊക്കെയാണ് ചോദിച്ചിട്ടുള്ളതെന്ന് വെച്ചാൽ ER, OT, ICU അല്ലെങ്കിൽ LTCU, OPD, സർജിക്കൽ വാർഡ്, മെഡിക്കൽ വാർഡ് ആൻഡ് മോർ എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഓൾമോസ്റ്റും എല്ലാ ഡിപ്പാർട്ട്മെന്റ്സ് അവർ ചോദിച്ചിട്ടുണ്ട്. ഡോക്യുമെന്റ് എന്തൊക്കെയാണ് വേണ്ടതെന്ന് വെച്ചാൽ അപ്ഡേറ്റഡ് CV ഉണ്ടായിരിക്കണം, DHA അല്ലെങ്കിൽ DOH എക്സാം പാസ്സായിരിക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എലിജിബിലിറ്റി ലെറ്റർ ഉണ്ടായിരിക്കണം, അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് ലൈസൻസ് ഉണ്ടായിരിക്കണം. അപ്പോൾ ഈ ജോബ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്ന നഴ്സ് ആണെന്നുണ്ടെങ്കിൽ, ഈ ജോബ് നിങ്ങൾക്ക് മാച്ച് ആവുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ഈ ഹോസ്പിറ്റലിന്റെ ഡയറക്റ്റ് വെബ്സൈറ്റ് ലിങ്ക് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ടാവും. ഈ ലിങ്ക് വഴി നിങ്ങൾ ആ ഹോസ്പിറ്റലിന്റെ വെബ്സൈറ്റിൽ കയറിയതിന് ശേഷം നിങ്ങളത് അപ്ലൈ ചെയ്യേണ്ടതാണ് കേട്ടോ. ഇനി നമ്മൾ നോക്കാൻ പോകുന്ന വേക്കൻസി ആണ് അബുദാബിയിലെ ക്ലീവ്ലാൻഡ് ക്ലിനിക്കിലെ ഒരു വേക്കൻസി ആണ് കേട്ടോ. അപ്പോൾ അവർ ചോദിച്ചിരിക്കുന്ന പൊസിഷൻസ് സ്റ്റാഫ് നഴ്സ് PAT, സ്റ്റാഫ് നഴ്സ് ഇന്റർവെൻഷണൽ റേഡിയോളജി, സ്റ്റാഫ് നഴ്സ് കാത്ത് ലാബ്, അതുപോലെ തന്നെ OR, കാർഡിയോവാസ്കുലർ, ട്രാൻസ്പ്ലാന്റ്, ന്യൂറോ. അപ്പോൾ ഇത്രയും ഡിപ്പാർട്ട്മെന്റ്സ് ആണ് അവർ ചോദിച്ചിട്ടുള്ളത്. ഈ ജോബ് പോസ്റ്റ് ചെയ്തേക്കുന്നത് ലിങ്ക്ഡിനിലാണ് കേട്ടോ. അപ്പോൾ നിങ്ങളിത് അപ്ലൈ ചെയ്യേണ്ടത് ലിങ്ക്ഡിൻ വഴിയാണ്. അപ്പോൾ ഈ ജോബ് അപ്ലൈ ചെയ്യേണ്ട ലിങ്ക്, അതായത് ലിങ്ക്ഡിൻ്റെ ലിങ്ക് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ടാവും. നിങ്ങളപ്പോൾ ആ ലിങ്കിൽ കയറിയിട്ട് ഡയറക്റ്റ് ആ ലിങ്ക്ഡിൻ വഴി അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ. ഇനി നമ്മൾ നോക്കാൻ പോകുന്ന വേക്കൻസിയാണ് ദുബായിലെ അമേരിക്കൻ ഹോസ്പിറ്റലിലോട്ടൊരു വേക്കൻസി വന്നിട്ടുണ്ട്. അവർ ചോദിച്ചിട്ടുള്ളത് സ്റ്റാഫ് നഴ്സ് ഓൺകോളജി, അതുപോലെ തന്നെ സ്റ്റാഫ് നഴ്സ് പീഡിയാട്രിക് ICU കേട്ടോ. അപ്പോൾ ഈ ജോബിന് വേണ്ട റിക്വയർമെന്റ്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ BSc നഴ്സിംഗ് ആയിരിക്കണം, അതുപോലെ തന്നെ 2 ഇയർ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം, BLS സർട്ടിഫിക്കറ്റ്സ് ഉണ്ടായിരിക്കണം, അതുപോലെ തന്നെ നമുക്ക് വാലിഡ് ലൈസൻസ് ഉണ്ടായിരിക്കണം. ഇത് അപ്ലൈ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഡയറക്റ്റ് അവരുടെ ഹോസ്പിറ്റൽ ലിങ്ക് വഴിയാണ് അപ്ലൈ ചെയ്യേണ്ടത്. ഈ ഹോസ്പിറ്റൽ ലിങ്ക് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ടാവും. നിങ്ങൾ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഡയറക്റ്റ് അവരുടെ വെബ്സൈറ്റിൽ കയറി ഈ ജോബിന് അപ്ലൈ ചെയ്യേണ്ടതാണ് കേട്ടോ. ഇനി നമ്മൾ നോക്കാൻ പോകുന്ന ഒരു വേക്കൻസിയാണ് ബുർജിൽ ഹോസ്പിറ്റലിലെ ഒരു വേക്കൻസിയാണ് കേട്ടോ. അപ്പോൾ അവർ ചോദിച്ചേക്കുന്നത് രജിസ്റ്റേർഡ് നഴ്സ് എൻഡോസ്കോപ്പി ആണ്. ഈ ജോബിന്റെ റിക്വയർമെന്റ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ DOH ലൈസൻസ് ഉണ്ടായിരിക്കണം, അതല്ലെങ്കിൽ DOH പാസ്സായിട്ടുണ്ടായിരിക്കണം, അതും അല്ലെങ്കിൽ നമുക്ക് DHA ലൈസൻസ് ഉണ്ടായിരിക്കണം കേട്ടോ. ഈ ജോബ് അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്ന നഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഈ ജോബിന്റെ, അതായത് ഈ വാക്കൻസിയുടെ ഇമെയിൽ അഡ്രസ്സ്, ഈ ഹോസ്പിറ്റലിന്റെ ഇമെയിൽ അഡ്രസ്സ് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ടാവും. നിങ്ങളിത് ഡയറക്റ്റ് അപ്ലൈ ചെയ്യേണ്ടതാണ് കേട്ടോ. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ വാക്കൻസീസ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇൻഫർമേറ്റീവ് ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇൻഫർമേറ്റീവ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ എത്തിച്ചു കൊടുക്കുക. നമുക്ക് ഇതുപോലെ അടുത്ത നഴ്സിംഗ് വാക്കൻസിയുമായിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക്